നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിൽ അലർജിയും തുമ്മലും സാധാരണമാണ്. പലപ്പോഴും കാണാതെ അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോകുന്ന അലർജി സംബന്ധമായ അസുഖമാണ് അലർജിക് റൈനൈറ്റിസ്. ഈ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ശ്രീലത PR ആണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, പൊതുവെ ചില കുട്ടികളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലും മറ്റ് അസ്വസ്ഥതകളും കാണാറുണ്ട്. എന്താണ് ഈ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അലർജിക് റൈനൈറ്റിസ്? നമ്മുടെ ശരീരം ചുറ്റുമുള്ള നമ്മുടെ അന്തരീക്ഷത്തിലെ ചില അലർജി ഉണ്ടാക്കാവുന്ന ചില കണികകളുണ്ട്. അതായത് വീട്ടിനുള്ളിലെ പൊടി, അതല്ലെങ്കിൽ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ പൂമ്പൊടി, അങ്ങനെ രോമങ്ങൾ ഉള്ള പട്ടി, പൂച്ച എന്നിവയുടെയൊക്കെ രോമങ്ങൾ, അങ്ങനെ കുറേ വസ്തുക്കളോടുള്ള നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഉണ്ടാകുന്ന മൂക്കിൻ്റെതായിട്ടുള്ള ഒരു അലർജിക്കാണ് നമുക്ക് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എന്നാൽ തിരിച്ചറിയപ്പെടാത്തതുമായ ഒരു പ്രശ്നമാണ്. എന്നാൽ അതിൻ്റെ ഭാഗമായി കുട്ടികളുടെ ആരോഗ്യം വളരെയധികം ബാധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഡോക്ടർ, പൊതുവെ ഇത് കുട്ടികളിൽ എത്രത്തോളം വ്യാപനമാകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത്? ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ പൊതുവെ സ്കൂളിൽ പോകുന്ന ആ പ്രായമാകുമ്പോഴാണ് അലർജിക് റൈനൈറ്റിസിൻ്റെ പരമാവധി ഏറ്റവും കൂടുതൽ ആയിട്ട് കാണപ്പെടുന്നത്. അതായത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പൊതുവെ ഇത് കുറവാണ്. എന്നാൽ ഒരു 5-6 വയസ്സ് കുട്ടികളിൽ അത് ഒരു 15% കുട്ടികളിൽ കാണാറുണ്ട്. അത് നമ്മുടെ പ്രായം കൂടുന്ന അനുസരിച്ച്, അതായത് ഒരു 20 വയസ്സിനോട് അടുത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 20% ആളുകൾക്ക് അലർജിക് റൈനൈറ്റിസ് ഉണ്ടെന്നാണ് കാണപ്പെടുന്നത്. അതായത് ഒരു 5 പേരെ എടുത്താൽ ഒരാൾക്ക് വെച്ചിട്ട് ചെറിയ തോതിലെങ്കിലും അലർജിക് റൈനൈറ്റിസ് ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്ങനെ ഈ രോഗത്തെ നമുക്ക് തടയാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം? അതായത് അതിന് പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും മൂക്കിനെ സംബന്ധിച്ചതായതുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് തുമ്മൽ, മൂക്ക് ചൊറിച്ചിൽ, സ്ഥിരമായിട്ട് മൂക്കിൽ നിന്ന് വെള്ളം പോലെ വന്നുകൊണ്ടിരിക്കുക, കട്ടിയായിട്ടല്ല വെള്ളം പോലെ വന്നുകൊണ്ടിരിക്കുക, മൂക്കടപ്പ്. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അലർജിക് റൈനൈറ്റിസ് ൻ്റെ സാധ്യത കണക്കിലെടുക്കണം. അതുപോലെ തന്നെ അത് മൂക്കിൻ്റെ മാത്രമല്ല, കണ്ണിൻ്റെ ചൊറിച്ചിലായിട്ട്, ചെവിയുടെ ചൊറിച്ചിൽ, തൊണ്ടയിലെ ചൊറിച്ചിൽ, അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ചില പ്രത്യേക ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുക. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ ഇതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ നിർബന്ധം പിടിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ലക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണം അവർ എപ്പോഴും നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഉറക്കം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാരണം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ട് മൂക്കിലെ ലോലമായ ദശകൾ നീർവീഴ്ച വരുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും രാത്രി സമയങ്ങളിലാണ് കുട്ടികൾക്ക് അത് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഉറക്കം വളരെയധികം ഡിസ്റ്റർബ്ഡ് ആകുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുകയും അതുപോലെ തന്നെ കൂർക്കം വലി പോലുള്ള കാര്യങ്ങൾ നമ്മൾ പുറമേ കാണുകയും ഈ രാത്രിയിലത്തെ ഉറക്കം ശരിയാവാത്തത് കാരണം പകൽ സമയത്ത് അവരുടെ പഠിത്തം മുതലായ കാര്യങ്ങൾ ശ്രദ്ധ കുറയുകയും പഠിത്തം തന്നെ അഫക്റ്റഡ് ആവുന്നതും ഒരു
ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ആ ഒരു നിലവാരം തന്നെ അഫക്റ്റഡ് ആവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ അലർജിക് റൈനൈറ്റിസ് പൊതുവേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്. എങ്കിൽ നമ്മുടെ കുട്ടികളുടെ അത് ഉള്ള അസുഖമുള്ള കുട്ടികളുടെ ജീവിത നിലവാരത്തെ അത് വളരെയധികം ബാധിക്കുന്നതുമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കാരണം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കത് പ്രിവെൻഷനിലോട്ട് വരാതിരിക്കാൻ ഉള്ള പറ്റുള്ളൂ, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു അലർജി അസുഖത്തിനെ പോലെയും പകുതി ജനിതകവും പകുതി ബാക്കി എക്സ്പോഷർ, അതാണ്. അതായത് ജനിതകം എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങൾക്കോ ഇവർക്ക് ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അവർക്ക് ജനറ്റിക്കായിട്ട് കുട്ടിക്കും ആ ഒരു ജനിതകമായിട്ട് അവർക്ക് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനറ്റിക്കാണ് പകുതി. ബാക്കി പകുതി എന്ന് പറഞ്ഞാൽ ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ടൊരു പെർഷ്യൻ ക്യാറ്റ് വാങ്ങിച്ചു. അപ്പോൾ നിറയെ രോമമുള്ള സാധനം വീട്ടിനകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഒരു അൽസേഷ്യൻ പട്ടിയുണ്ട്, വീട്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രോമം, പിന്നെ അതുപോലെ തന്നെ പാറ്റ, ഒരുപാട് വീടുകളിൽ, മിക്കവാറും വീടുകളിലൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ പാറ്റയുടെ ശരീരഭാഗങ്ങൾ, പിന്നെ അതുപോലെ വീട്ടിനകത്തെ പൊടി, പൂപ്പൽ, പിന്നെ പുറത്തുള്ള അന്തരീക്ഷത്തിലാണെങ്കിലും പൊടി, അതിനേക്കാൾ കൂടുതൽ ഈ മരങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ പുല്ലിൻ്റെയൊക്കെ പൂമ്പൊടി, ഇതൊക്കെ നമുക്ക് അലർജി ഉണ്ടാക്കാവുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഇവയുമായിട്ടുള്ള സാമീപ്യവും ഇത് രണ്ടും കൂടെ ആകുമ്പോൾ, അതായത് നമുക്ക് ജനറ്റിക്കലി നമുക്ക് അസുഖം വരാൻ സാധ്യതയുള്ള ആൾ സ്ഥിരമായിട്ട് ഇങ്ങനെ അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ടുള്ള സാമീപ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അലർജിക് റൈനൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ജനറ്റിക്സിൽ നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് പ്രിവെൻഷനിൽ പ്രധാനമായിട്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്തരം, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് എനിക്ക് ഈ അസുഖം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ ഈ അലർജി ഉണ്ടാക്കാവുന്ന സാധനങ്ങളുമായിട്ടുള്ള സാമീപ്യം കഴിയുന്നത്രയും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ എല്ലാ വ്യക്തികൾക്കും എല്ലാ അലർജൻസിനോടും സെൻസിറ്റിവിറ്റി അലർജി ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഓരോ വ്യക്തിക്കും വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ കുറച്ച് തണുപ്പ് അടിച്ചാൽ എനിക്ക് ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടാകും. വേറൊരാൾക്ക് തണുപ്പ് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് പുകയടിച്ചാൽ അല്ലെങ്കിൽ ഒരു പെർഫ്യൂമിൻ്റെ ശക്തമായ ഗന്ധം വന്നാൽ ഒക്കെ ആയിരിക്കും എനിക്ക്. അപ്പോൾ അത് നമ്മൾ തന്നെ സ്വയം, അതായത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ അല്ലെ അവരെ കുഞ്ഞിനെ പരിരക്ഷിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടിക്ക് എന്തിനോടാണ് കൂടുതൽ പ്രതികരണം വരുന്നത്, ഏതിനോടുള്ള ഒരു എക്സ്പോഷർ വരുമ്പോഴാണ് നമ്മുടെ കുട്ടിക്ക് അസുഖം വരുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ പൊതുവേ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ മുറിക്കകത്ത്, അതായത് കുട്ടി ഇപ്പം പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടെങ്കിൽ പുറത്ത് കളിക്കാൻ വിടത്തില്ല, പൊടിയിലൊക്കെ കളിച്ച് കുട്ടിക്ക് അസുഖം ഉണ്ടാവും. പക്ഷേ പൊടി എന്ന് പറയുമ്പം കൂടുതലും മുറിക്കുള്ളിൽ, അതായത് വീട്ടിനുള്ളിൽ പൊടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ കിടക്കുന്ന മുറിയിൽ നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അർജുനാണ്. അർജുൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ചോദിച്ചോളൂ. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. പാല് തീരെ കുടിക്കുന്നില്ല, മല ചെയ്ത് കുടിക്കുന്നില്ല, ഫീഡിങ് പ്രോബ്ലം. എത്ര പ്രായമുള്ള കുട്ടിയാ? ശരി, കോള് കട്ടായെന്നാണ് വിചാരിക്കുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഡോക്ടർ, ആ കോളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ നേരത്തെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഈ രോഗത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇത് തിരിച്ചറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടോ?
രോഗം തിരിച്ചറിയപ്പെടുന്ന സന്ദർഭങ്ങളാണ് കുറവുള്ളത്. കാരണം തിരിച്ചറിയപ്പെടാതിരിക്കുന്നതാണ് കൂടുതൽ സാധാരണയായിട്ട് കാണുന്നത്. കാരണം തുമ്മൽ, മൂക്കൊലിപ്പ് എന്നൊക്കെ പറയുന്ന കുറച്ച് കുട്ടികൾക്ക് ജലദോഷമൊക്കെ വരുന്ന സാധാരണ. അപ്പോൾ ആ രീതിയിൽ മാതാപിതാക്കൾ അതിനെ ഇഗ്നോർ ചെയ്യാണ് നടക്കുന്നത്. അപ്പം പരിശോധിക്കുന്ന ഡോക്ടേഴ്സിനും ചിലപ്പോൾ പ്രത്യേകിച്ച് എടുത്തു ചോദിച്ചെന്നിരിക്കില്ല. അപ്പോൾ ഇത്ര ഒരു പ്രശ്നം അൺലെസ് നമ്മൾ പറയാത്തിടത്തോളം കാലം അത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രോഗനിർണയം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ, അതായത് ആ ഹിസ്റ്ററി, അതായത് കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ വെച്ചിട്ടും പിന്നെ കുട്ടിയെ ശാരീരിക പരിശോധനയും കൊണ്ടുവച്ച് തന്നെയാണ് മിക്കവാറും കേസിൽ നമുക്ക് രോഗനിർണയം നടത്താൻ പറ്റുന്നത്. പരിശോധനകൾ എല്ലാ കേസിലും നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ അത് അത്രയും ഫുൾ പ്രൂഫും അല്ല. ഉദാഹരണത്തിന് നമ്മൾ യോസിനോഫിലിയ ഉണ്ടോ എന്ന് നോക്കും, ഇമ്മ്യൂണോഗ്ലോബുലിൻ IgE എന്ന് പറയുന്നത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറഞ്ഞ ടെസ്റ്റ് നോക്കും. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആകണം എന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്, ബ്ലഡ് ടെസ്റ്റ്, അലർജിയുടെ ആൻറ്റിബോഡി ഉണ്ടോ എന്നുള്ള പലതരം അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളോടുള്ള ആൻറ്റിബോഡി ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം 100% സെൻസിറ്റീവ് ഒന്നുമല്ല. അതും എല്ലാ കേസിലും നമുക്ക് ആവശ്യവും ഉണ്ടാവില്ല. ചില ചുരുക്കം കേസിൽ മാത്രമേ ഇങ്ങനത്തെ സ്കിൻ ടെസ്റ്റുകളുടെ ആവശ്യമുള്ളൂ. തീർച്ചയായും പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഈ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. അതായത് അലർജിക് റൈനൈറ്റിസ് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്യാത്തിടത്തോളം സമയം പോകുന്ന അനുസരിച്ച്, അതായത് കുട്ടി വലുതാവുന്ന അനുസരിച്ച് ഇതിൻ്റെ രോഗത്തിൻ്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ ജീവിത നിലവാരം തന്നെ വളരെയധികം വേഴ്സൺ ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് തുമ്മുക, മൂക്കൊലിച്ചോ ഒക്കെ ഇരിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ മൂക്കടപ്പ് സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഉറക്കം വളരെയധികം ബാധിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിത്തമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ കുട്ടികൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു. അവർക്ക് സ്വയം ഒരു സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരുന്നു, ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു. ഇപ്പോൾ കളിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സ്പോർട്സ്, അവരുടെ പെർഫോമൻസ് കുറയുന്നു. അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഇതിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് സൈനസൈറ്റിസ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ സ്ഥിരമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കേൾവിയെ ബാധിക്കാം. കാരണം ചെവിക്കുള്ളിൽ ഫ്ലൂയിഡ് വരുന്ന അവസ്ഥയുണ്ട്, എഫ്യൂഷൻ എന്നും പറഞ്ഞ്, സീറസ് എഫ്യൂഷൻസ്. അപ്പോൾ അത് കേൾവിയെ ബാധിക്കാം. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും അതുമാത്രമല്ല ജീവിതത്തിൻ്റെ നിലവാരത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പോകും. അപ്പോൾ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാത്തിടത്തോളം ഓരോ വർഷവും കഴിയുന്തോറും രോഗത്തിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ അതിൻ്റെ പ്രതിവിധികൾ തേടേണ്ടത് അത്യാവശ്യമാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് ഫാത്തിമ നൗറിനാണ്. ഫാത്തിമ നൗറിൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഫാത്തിമ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ മാഡം, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. മൂക്ക് 16 വയസ്സുണ്ട്. അപ്പൊ എപ്പോൾ അലർജിയാണ്, ഈ ജലദോഷം അങ്ങനെ തുമ്മണ പണി തന്നെയാണ്. എന്താണ് അലർജി? അവര് പറഞ്ഞ് ദശ ഉണ്ട്. അപ്പൊ ദശ ഉണ്ട് പറഞ്ഞപ്പോ അത് കൊണ്ടുപോയി കാണിച്ച് അതിന്റെ ഗുളിക കുടിച്ചു പറഞ്ഞ അത് പോയി എന്ന് പറഞ്ഞു. വീണ്ടും അതെന്നാണ് അങ്ങനെ. അപ്പൊ പറയുന്നത് കണ്ണിന്റെതാണെന്ന്. ഇങ്ങനെ കണ്ണിന് കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞ് കണ്ണിന്റെ പ്രശ്നമല്ല, ഇത് അലർജി എന്നാണ്. അങ്ങനെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, തലവേദന, എപ്പോഴും തുമ്മല്, കണ്ണിന് മങ്ങിച്ച വരിക, അങ്ങനെ കുറക്കണ പ്രശ്നം വരിക, ഉറക്കത്തിനൊക്കെ തകരാറ് വരുന്നുണ്ട്.
അപ്പോൾ ഈ ഫാത്തിമയുടെ അലർജിന്റെ ടെസ്റ്റ് നടത്തിയപ്പം പറഞ്ഞ ഇതിലൊന്നും കാണുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഫാത്തിമയുടെ കാര്യം ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ഈ കുഞ്ഞിനും ഉള്ളത്. അപ്പോൾ ഫാത്തിമയ്ക്ക് തുമ്മൽ, സ്ഥിരമായിട്ട് തുമ്മൽ കാരണം അവളുടെ ദൈനംദിന ജീവിതം വളരെയധികം ബാധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഈ ദശ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂക്കിനകത്ത് ടർബിനേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് നോർമലി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് ഉള്ളവർക്ക് അവിടെ നീർവീഴ്ച കാരണം അത് കുറച്ച് വീർത്തിരിക്കും. അപ്പോൾ നമ്മൾ ടോർച്ചടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ദശ പോലെ ഇരിക്കുന്ന. അപ്പം സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് നമുക്കുള്ള ഒരു ഭാഗം അത് കുറച്ച് നീരടിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ ദശ എന്ന് പറയുന്നത്. അപ്പോൾ അത് അലർജിക് റൈനൈറ്റിസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ വരുന്ന ഒരു വ്യതിയാനമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, നമുക്ക് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. അതായത് ഓരോ ദിവസം നമ്മൾ നല്ലൊരു നിരീക്ഷണ ബുദ്ധിയോടുകൂടി നോക്കി നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതായത് എന്തിനോടൊക്കെ ഞാൻ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് എനിക്ക് അല്ല എൻ്റെ കുട്ടിക്ക് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ഇത് പ്രശ്നങ്ങൾ കൂടുന്നത് എന്നുള്ളത് ഒരു ഫീഡ്ബാക്ക് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അലർജി ഉണ്ടാക്കാവുന്ന കാര്യങ്ങളുമായിട്ടുള്ള സമ്പർക്കം കഴിയുന്നത്രയും കുറയ്ക്കുക. അതിലേക്ക് മുറികളൊക്കെ പൊടി ഒട്ടുമില്ലാതെ നോക്കുക. പിന്നെ കാർപ്പറ്റോ അങ്ങനത്തെ സാധനങ്ങൾ, അപ്ഹോൾസ്റ്റേഡ് ആയിട്ടുള്ള ഫർണിച്ചറോ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ കിടക്കുന്ന മുറിയിൽ, പിന്നെ കട്ടിയുള്ള കർട്ടനുകൾ ഒക്കെ ഉപേക്ഷിക്കുക. ജനലൊക്കെ പകൽ സമയത്ത് തുറന്നിടുക. വെയിൽ അകത്തോട്ട് കയറുന്ന രീതിയിൽ കാറ്റും വെളിച്ചവും നല്ലതായിട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. ഫാനിൻ്റെ ബ്ലേഡ്സിലുള്ള പൊടിയെ ഒഴിവാക്കുക. ഇങ്ങനെ ഉള്ള കുറച്ച് കഴിയുന്നത്രയും പൊടി ഒഴിവാക്കുക എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ചിലർക്കാണെങ്കിൽ പുറത്തു പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാസ്ക് ഉപയോഗിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് സഹായിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ശൈലികൾ, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ മരുന്നുകൾ ടാബ്ലറ്റ്സ് ആയിട്ടുണ്ട്. പിന്നെ മൂക്കിൽ അടിക്കുന്ന സ്റ്റിറോയിഡ് സ്പ്രേകളുണ്ട്, ആൻറ്റി ഹിസ്റ്റമിൻ സ്പ്രേകളുണ്ട്. അത് ഓരോരുത്തരുടെയും രോഗലക്ഷണം അനുസരിച്ചാണ് ഡോക്ടേഴ്സ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ കാഠിന്യം ഉള്ള അവസ്ഥയിൽ കൂടിയ ഡോസിൽ യൂസ് ചെയ്ത് ഒരു 6 ആഴ്ച മുതൽ 3 മാസം വരെ ഉപയോഗിച്ചതിന് ശേഷം കാഠിന്യം കുറയുന്ന അനുസരിച്ച് നമ്മൾ ഡോസ് കുറച്ച് നിർത്തി കുറച്ച് കൊണ്ടുവന്ന് അത് നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുന്നത്. ആ രീതിയാണ് പൊതുവേ നമ്മൾ പിന്തുടർന്ന് വരുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ, ഈ മൂക്കിനകത്ത് സ്പ്രേയും ഒക്കെ ഉപയോഗിച്ചിട്ടും നമ്മൾ കഴിയുന്നത്രയും പൊടി ഒഴിവാക്കിയിട്ടും നമുക്ക് രോഗശമനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അലർജി ടെസ്റ്റ് നടത്തി എന്തിനോടൊക്കെയാണ് നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സ രീതി പിന്നീടുള്ള ഇതിലൊന്നും നിൽക്കാത്തവർക്ക് മാത്രമേ ഇമ്മ്യൂണോതെറാപ്പിയുടെ ആവശ്യമുള്ളൂ. കാരണം ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് കുറച്ച് ചിലവേറിയതാണ്. അതുപോലെ തന്നെ വളരെ നീണ്ടു നിൽക്കുന്ന ചികിത്സ, 2 വർഷം 3 വർഷം എടുക്കും ഈ ചികിത്സ കംപ്ലീറ്റ് ചെയ്യാൻ, ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് ക്ഷമയോടുകൂടി അത്രയും പണച്ചെലവും വരുന്ന ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കാഠിന്യമുള്ള ഒരവസ്ഥയിൽ മാത്രമേ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പിയിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങൾ അവലംബിച്ച ശേഷം കൃത്യമായിട്ട് നമ്മൾ ചികിത്സയിലോട് അഡ്ഹറൻ്റ് ആയതിന് ശേഷവും ശരിയാവുന്നില്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള ചികിത്സാവിധിയിലേക്ക് നമുക്ക് പോകാം. അതിനകത്തെന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ, ഒന്നിൽ തൊലിപ്പുറത്തുള്ള ഇഞ്ചക്ഷനായിട്ടോ, പക്ഷേ ഇപ്പം കൂടുതലായിട്ട് നാവിൻ്റെ അടിയിൽ വെക്കുന്ന ഗുളികയായിട്ട് കിട്ടാറുണ്ട്.
അപ്പോൾ അത് നാവിൻ്റെ അടിയിൽ വെക്കുക. ചെറിയ ഡോസിൽ കൊടുത്ത് നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് ചെറിയ ഡോസിൽ തുടങ്ങി ഡോസ് കൂട്ടി കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ കുറച്ച് നാൾ കൊണ്ട് നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കാത്ത ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ അലർജി എന്ന് പറഞ്ഞൊരു അമിതമായിട്ടുള്ള പ്രതികരണമാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരം പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് ആക്കിയെടുക്കുകയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ പ്രശ്നം. അതായത് ഒന്ന്, നമുക്ക് അലർജി എന്തിനോടാണെന്ന് കണ്ടുപിടിക്കണം, അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. 2-3 വർഷം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ്, കുറച്ച് ചിലവേറിയ ചികിത്സാ രീതിയുമാണ്. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി മേ ബി നമുക്ക് ഫാത്തിമയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുമായിരിക്കാം. ഹലോ ഡോക്ടറിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അലർജിക് റൈനൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ശ്രീലത PR തുടരുന്നുണ്ട്. ഡോക്ടർ, നമുക്കൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ആൻസിയയാണ്. ആൻസിയ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ടോ? പറയൂ ആൻസിയ. പറഞ്ഞോളൂ ആൻസിയ. ഞാൻ കക്കയത്ത് നിന്നാണ് വിളിക്കുന്നത്. കേൾക്കാം. കോഴിക്കോട് ജില്ലയിലെ കക്കയം എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാൻ ആൻസിയയുടെ അമ്മയാണ്. ആൻസിയക്ക് 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവർക്ക് തുമ്മലാണ് മെയിൻ പ്രശ്നം. സ്ഥിരമായിട്ട് തുമ്മല്, 1-1.5 ഇടവിട്ട ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലാണ്. മൂക്കിന്ന് നന്നായിട്ട് ഇങ്ങനെ മൂക്കൊലിക്കല്. അപ്പൊ സ്കൂളിലോ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ വാങ്ങി. വെള്ളം പോലെ വരും. പിന്നെ കണ്ണിന് 2 പേരും ചൊറിച്ചില്. അപ്പൊ എനിക്കൊരു സംശയം ഉള്ളത്, വളർത്തുമൃഗങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, പൂച്ച അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ അലർജി ഉണ്ടാവുമോ, അല്ലെങ്കിൽ പൊടി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നുള്ളതാണ് ഡോക്ടർ എനിക്ക് അറിയേണ്ടത്. അതെ, ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആൻസിയുടെ അമ്മയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പൂച്ച, പട്ടി ഇവയുടെയൊക്കെ രോമം അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തു തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്ന കുട്ടി, ഒരു വ്യക്തിക്ക് വീട്ടിൽ ഒരു വളർത്തുമൃഗം വന്നതിന് ശേഷം രോഗലക്ഷണങ്ങൾ ആദ്യമായി കണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് ഇത് വളരെ കൂടുതലായിട്ട് അതിൻ്റെ തീവ്രത കൂടുന്ന ഒരവസ്ഥ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിനോടുള്ള അലർജിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങൾ വർജിക്കുക. അതായത് ഒന്നുകിൽ പുറത്താക്കുക നമ്മൾ, അല്ലെങ്കിൽ അതിന് വേണ്ട എന്ന് വെക്കുക. ഈ 2 ഓപ്ഷൻസാണ് നമുക്ക് നല്ല ബുദ്ധിമുട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിക്ക് ഡെയിലി ഓൾമോസ്റ്റ് 1-1.5 എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 4 ദിവസത്തോളം സിംറ്റംസ് ഉണ്ട്. കൂടുതൽ സമയവും നീണ്ടു നിൽക്കുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പെർസിസ്റ്റൻറ്റ് സിംറ്റംസ് എന്നാണ് പറയുന്നത്. നമുക്ക് അലർജിക് റൈനൈറ്റിസ് പല തീവ്രതകളിലുണ്ട്. ചിലർക്കാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ ഒരു ഇച്ചിരി തണുപ്പോ പൊടിയോ എല്ലാം കടിക്കുമ്പോൾ ഒരു തുമ്മൽ, നമ്മൾ മുറ്റം അടിക്കുന്നിടത്തും വീട് അടിച്ചു വരുന്നിടത്തോ ഒക്കെ നിൽക്കുവാണെങ്കിൽ സിംറ്റംസ് വരുന്ന, കുറച്ച് നേരം തുമ്മിയ മാറുന്ന, അത് മൈൽഡായിട്ടുള്ളതാണ്. അതേസമയം ദിവസവും ഒരു 3-4 മണിക്കൂറോളം സിംറ്റംസ് ഉണ്ട്. ആഴ്ച ഒരു 4 ദിവസത്തോളം എങ്കിലും കാണും. അത് തന്നെ എല്ലാ ആഴ്ചകളിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പെർസിസ്റ്റൻറ്റ് സിംറ്റമാണ്. തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് കുറച്ച് നാളത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്കിതിനകത്ത് അലർജി ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം. അതുപോലെ തന്നെ കുറച്ച് നാൾ അടുപ്പിച്ചും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും ആൻസിയയ്ക്ക്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വ്യക്തമായെന്ന് കരുതുന്നു. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. മറ്റൊരു സംശയമാണ്, ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണോ? നമ്മൾ അലർജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അലോപ്പതിയിൽ പറയുന്നതെന്ന് വെച്ചാൽ, കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജനിതകമാണ് അല്ല. അപ്പോൾ ജനിതകമായിട്ടുള്ള കാര്യങ്ങളിൽ ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം അലർജിക് അസുഖങ്ങളെയൊക്കെ നമ്മൾ പറയുന്നത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും
ഒരു മെജോറിറ്റി കേസിലും നമുക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അലർജിക് റൈനൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ശ്രീലത PR ആണ്. നന്ദി ഡോക്ടർ. നന്ദി. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.